എന്തുകൊണ്ട് നടികൾ പരാതി കൊടുക്കുവാൻ മടിക്കുന്നു? ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ വീഡിയോ ഓഡിയോ തെളിവുകൾ നിരത്തി തങ്ങൾക്കുണ്ടായ പലതരത്തിലുള്ള പീഡന ശ്രമങ്ങളും കടന്നുകയറ്റവും വെളിപ്പെടുത്തിയ സിനിമാ നടികൾ ഇപ്പോൾ എവിടെയാണ്? സർക്കാർ നിയമിച്ച ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയുടെ മുന്നിൽ നൽകിയ വെളിപ്പെടുത്തലുകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ അവർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുവാൻ ഒരു നിയമതടസ്സവുമില്ല. എങ്കിലും പാർട്ടിയിലെ റബ്ബർ സ്റ്റാമ്പുകൾ അറിയാതെ വേട്ടക്കാരന്റെ മേടിച്ച് ശാപ്പിട്ട് നിൽക്കുന്ന മോന്റെ മോന് ഒരു ഉളുപ്പ് അല്പം ചളിപ്പ് കാണുമെന്ന് വെക്കുക. അന്വേഷണത്തിന് ഉത്തരവിടാൻ തൂറി നാറി നിൽക്കുന്ന പ്രജാപതിയെ വെളുപ്പിക്കുവാൻ നാണമില്ലാതെ ഒരു പരാതി പോലും കിട്ടിയില്ല എന്ന് ബാലനും പറയുന്ന സ്ഥിതിക്ക് കമ്മിറ്റിക്ക് മൊഴി കൊടുത്ത നടിമാർക്ക് എന്തുകൊണ്ട് ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുത്തുകൂടാ? ഇന്ന് ഒരു പരാതി കൊടുക്കണമെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനും കയറി ഇറങ്ങേണ്ട. രാജ്യത്ത് 0 FIR സംവിധാനം നിലവിൽ വന്നതുകൊണ്ട് ഏത് പോലീസ് സ്റ്റേഷനുകളിലും പരാതി നൽകാം. അവിടെ നിന്നും ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി ട്രാൻസ്ഫർ ചെയ്തുകൊള്ളും. വനിതകൾക്കെതിരെയുള്ള ഇത്തരം പരാതി നൽകുന്നവരുടെ ഇരകളുടെ വിവരങ്ങൾ രഹസ്യമാക്കി വെക്കണം. അവരുടെ ഐഡന്റിറ്റി ഒഴിവാക്കുന്ന ഒരു പരാമർശങ്ങളും പുറത്തുവിടരുത്. അവരുടെ പരാതിയിന്മേൽ ഇടുന്ന FIR പബ്ലിക്കിന് ലഭ്യമായ രീതിയിൽ അപ്ലോഡ് ചെയ്യരുത് എന്നൊക്കെ നിയമമുണ്ടായിരിക്കെ പിന്നെ എന്തുകൊണ്ടാണ് നടിമാർ പരാതി കൊടുക്കുവാൻ മടി കാണിക്കുന്നത്? യാതൊരു വിധത്തിലും നിങ്ങളുടെ പരാതി പുറത്താകില്ല. പരാതിക്കാരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. അതുകൊണ്ട് ചുമ്മാ അവിടെയും ഇവിടെയും ഇരുന്ന് കുശുകുശിക്കാതെ രേഖാമൂലം പോലീസിന് പരാതി നൽകുക. ഇതിന് മുൻകൈ എടുക്കേണ്ടത് WCC അംഗങ്ങളാണ്. അവർക്കറിയാവുന്ന എല്ലാ ഇരകളെയും കൊണ്ട് എത്രയും വേഗം പോലീസിൽ പരാതി കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസ്യതയാണ് തകരുന്നത് എന്നോർക്കണം. ഇതുപോലൊരു അവസരം നിങ്ങൾക്ക് ഇനി ഒരിക്കലും കിട്ടില്ല. അതുപോലെ ഈ അവസരം പണ്ട് അവസരം തരാത്തവർക്കെതിരെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യക്തിഗത വൈരാഗ്യത്തിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തുവാനും ഉപയോഗിക്കരുത്. അതുപോലെ ബംഗാളിൽ നിന്ന് കേസുമായി മുന്നോട്ട് പോകുവാൻ ബുദ്ധിമുട്ടുണ്ടെന്നും കേരളത്തിൽ നിന്ന് ആരെങ്കിലും സഹായിച്ചാൽ നടപടിയുമായി മുന്നോട്ട് പോകാമെന്നും രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ശ്രീലേഖ മിത്ര പറയുകയുണ്ടായി. WCC ആണ് അവർക്ക് വേണ്ടുന്ന സഹായം നൽകേണ്ടുന്നത്. മാനം പോയി നിൽക്കുന്ന വിടന്മാർ മുഖം രക്ഷിക്കുവാൻ എന്ത് നീക്കുപോക്കിനും ആരുടെ കാലിൽ വീഴാനും ഇപ്പോൾ തയ്യാറാകും. ഈ അവസരം മുതലാക്കി വരുന്ന പടങ്ങളിൽ അവസരങ്ങൾ ഉറപ്പിച്ച് ഞങ്ങൾ ഉദ്ദേശിച്ച ആൾ ഇതല്ല എന്ന വർത്താനമായി വന്നാൽ പിന്നെ വാ തുറക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നും മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാ തരത്തിലും ഇരകളെ സ്വാധീനിക്കുവാൻ ഇവർ ശ്രമിക്കും. അതിന് സർക്കാരിന്റെ ഒത്താശയും ഇവർക്ക് കിട്ടും എന്നുറപ്പാണ്. ഇനി ജില്ലാ പോലീസ് മേധാവിയായി വിരമിച്ച ശ്രീ ആന്റണി തോമസിന്റെ വാക്കുകൾ കേട്ടാലും. ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനോടനുബന്ധിച്ചുള്ള ചർച്ചയും പിന്നെ ഓരോ മീഡിയ വഴിയുള്ള ഓരോരുത്തരുടെ മൊഴി ഒക്കെ ഇങ്ങനെ TV-യിൽ കൂടെയും ഓൺലൈനിൽ കൂടെയും വരുന്നുണ്ട്. അതല്ല ഇതിനൊരു പരിഹാരമാർഗം. ഈ പീഡിപ്പിക്കപ്പെട്ടവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ, അവർക്കൊരു ധൈര്യം പകരാനായിട്ടൊരു വീഡിയോ ചെയ്യുക. അവരാരെങ്കിലും പോയി ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ, സ്ഥലം എവിടെയെങ്കിലും ആയിക്കോട്ടെ, അവരിപ്പം താമസിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ, തിരുവനന്തപുരത്ത് നടന്ന സംഭവമാണെങ്കിലും എറണാകുളത്തുള്ളവർക്ക് എറണാകുളത്തുള്ള ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് വെർബലായിട്ടോ അല്ല റിട്ടൺ ആയിട്ടോ കോഗ്നിസബിൾ ഒഫൻസ് നടന്നിട്ടുണ്ട്, അതിനെപ്പറ്റി മൊഴി കൊടുക്കാം, അത് രജിസ്റ്റർ ചെയ്യാം. അത് രജിസ്റ്റർ ചെയ്യാൻ ആ SHO ബാധ്യസ്ഥനാണ്. അത് നിരസിക്കാൻ അയാൾക്ക് പറ്റത്തില്ല. റിട്ടൺ ആയിട്ട് എഴുതിക്കൊണ്ട് പോയ അത് കൊടുത്തിട്ട് ഒരു റെസിപ്റ്റ് മേടിച്ചുകൊണ്ട് വെളിയിലിറങ്ങിയാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ അന്നേരത്തേന് ഇതിനൊരു തീരുമാനം ഉണ്ടാവും. ഇവിടെ ചർച്ച മാത്രമേ നടക്കുന്നുള്ളൂ. കാര്യമായിട്ടുള്ള വേറെ കാര്യങ്ങൾ നടക്കുന്നില്ല. ചർച്ച നടന്നുകൊണ്ട് കാര്യമില്ല. പീഡനം അനുഭവിച്ചവർക്ക് ഒരു ധൈര്യം പകരാനായിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടാകും. അന്നേരം കാണാം ഇതിൻ്റെ ഈ ചർച്ച ചെയ്യുന്നവരൊക്കെ നെട്ടോട്ട് ഓടുന്നത്, അമ്മയുടെ അമ്മായിമ്മയുടെ ആൾക്കാരൊക്കെ നെട്ടോട്ട് ഓടുന്നത് കാണാം. അതുകൊണ്ട് ആദ്യം ഇരകൾ പരാതി നൽകുക, പിന്നീടാകാം മാധ്യമങ്ങളിൽ കൂടിയുള്ള ആരോപണങ്ങൾ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.